ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പാണ് ഉണ്ടാക്കുന്നത്. കലക്കി പാർന്ന അപ്പാണ് കേട്ടോ. തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച അരി രാവിലെ അരച്ച് കലക്കി പാരും, അതാണ് കലക്കി പാർന്ന അപ്പം. ഇതിന് ഷീയപ്പം എന്നും പിന്നെ അപ്ലക്കപ്ലേ അങ്ങനെ പേരുണ്ട് കേട്ടോ. പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അപ്പം ചുടൽ കഴിഞ്ഞിട്ട് പിന്നെ ഇസ്തിരി ഇടാൻ നിൽക്കാൻ കേട്ടോ. മക്കളെ യൂണിഫോം ഇസ്തിരി ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇസ്തിരിപ്പെട്ടി ഒരുപാട് കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറേ കേടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇസ്തിരി ഇടുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഡ്രസ്സൊക്കെ കരിഞ്ഞു പോകും. ചില ഡ്രസ്സുമ്പോൾ അങ്ങനെ പറ്റി പിടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പം ഞാനിത് ആദ്യം പുതപ്പിലൊന്ന് വെച്ചിട്ടൊന്ന് ഒഴിഞ്ഞ് നോക്കും. കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെയാണ് തുണികളുമ്മ ഇസ്തിരി ഇടാറുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ ചെറിയ നനവുണ്ട്, അതുകൊണ്ട് ഉണക്കാനും കൂടി വേണ്ടിയിട്ടുള്ള ഇസ്തിരി ഇടലാണ്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടാൻ വേണ്ടി നല്ല പണിയാണ്. അപ്പോൾ ഇസ്തിരി ഇട്ടിട്ട് ഉണക്കും കേട്ടോ. കറണ്ട് ഇല്ലാത്ത ദിവസം ഇറങ്ങാറാണ്. കറണ്ട് ഉണ്ടെങ്കിൽ ഉണങ്ങാത്തതൊക്കെ എങ്ങനെയാണ് ഉണക്കലാണ് കേട്ടോ. മക്കളത് മാത്രം കേട്ടോ, അവർക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ യൂണിഫോം രണ്ടാളത്തും ഇസ്തിരി ഇട്ട് വെക്കാണ്. രാവിലെ ചായയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നാലെ പണി ഇതാണ് കേട്ടോ. സ്കൂള് 10 മണിക്കാണ്, പക്ഷേ അതിൻ്റെ മുന്നേ ട്യൂഷൻ ഉണ്ട് കേട്ടോ. 7 മണിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഇസ്തിരി ഇട്ട് വെക്കണം. ഇത് നമ്മളെ കുതിർക്കലിന് ഗിഫ്റ്റ് കിട്ടിയ ഇസ്തിരി പെട്ടിയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റണം കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ തുണികളൊക്കെ ഇസ്തിരി ഇടുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇസ്തിരി ഇടൽ കഴിഞ്ഞിട്ട് പിന്നെ തിരുമ്പാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. തിരുമ്പാനുള്ളത് സോപ്പിലിടാനാണ്. അതും കൂടുതലായിട്ട് 2 യൂണിഫോം ഉണ്ട്, പിന്നെ കൂടുതലൊന്നുമില്ല കേട്ടോ. പിന്നെയൊക്കെ മെഷീനിൽ ഇടാനുള്ളതാണ്. അപ്പോൾ ഇന്ന് മെഷീനിൽ ഇടുന്നില്ല, ഇന്ന് സോപ്പും പൊടിയിൽ ഇട്ടക്കൽ മാത്രമേ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഓല് പോയിന് ശേഷം തിരുമ്പുക. അപ്പോൾ അത് സോപ്പും പൊടിയിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. പിന്നെ അച്ചാർ പൊടി ഇരുന്നീന്ന് ഇവിടെ, അത് കുപ്പിയിലാക്കി വെക്കണം കേട്ടോ. ഇനി എപ്പോഴേലൊക്കെ അച്ചാർ ഇടാലോ വിചാരിച്ചിട്ട് വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഉമ്മ അച്ചാർ പൊടി എഴുതിയ ആ സ്റ്റിക്കർ ഞാനിങ്ങനെ വെട്ടിയെടുത്തിട്ട് ഈ കുപ്പിയിൽ തന്നെ ഇട്ട് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എടുക്കുമ്പോൾ അത് മുളക് പൊടിയാണോ വേറെ എന്തെങ്കിലും പൊടിയാണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് അച്ചാർ പൊടി എഴുതിയത് കുപ്പിയിലവിടെ ആക്കി വെച്ചു കേട്ടോ. പിന്നെ കാക്കു വന്നപ്പോൾ സാധനങ്ങൾ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇനി ഒരു ഭാഗത്താക്കി വെക്കുകയാണ്. വെളുത്തുള്ളിയൊക്കെ ഉള്ളിക്കൊട്ടയിലാക്കി വെക്കുകയാണ്. ഈ ഉള്ളിക്കൊട്ട ഞാൻ മീഷോന്ന് വാങ്ങിയത് കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കൊട്ടയാണ്. പക്ഷേ ഞാൻ ഫ്രിഡ്ജിലും വെക്കല്ലേ, ഇവിടെ പുറത്ത് വെക്കലാണ് കേട്ടോ. ഉള്ളികൾ മാത്രമാണ് ഇട്ടക്കൽ. ഫ്രിഡ്ജിൽ നമ്മൾ ഉള്ളി വെക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ചീഞ്ഞ് പോകില്ലേ. പിന്നെ അതാ ഗരം മസാല പൊടി അല്ലാത്തതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും വേറെ വേറെ കുപ്പിയിലാക്കി വെക്കണം. ഇത് നാളെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവരിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുപ്പിയിലിട്ട് വെക്കാണ്. പിന്നെ ഏലക്കായൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അവിടെ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കരുതി അത് അങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ ചിക്കനൊക്കെ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ അതും ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ബിരിയാണി വെക്കാറ്. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുക വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കൊടുക്കുക കേട്ടോ. പിന്നെ അതാ മല്ലിയില അതിൻ്റെ തണ്ടൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് അതും ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. പിന്നെ പുതിനയില ഉണ്ട്, അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് അതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ ഐസ്ക്രീമിൻ്റെ പാത്രമാണ്. അപ്പം അത് ഇങ്ങനെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ. അതൊന്നും ഞാൻ ഒഴിവാക്കാറില്ല. പിന്നെ പുളി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കൊണ്ടു നിൽക്കണത് ഈ പുളിയാട്ടോ. നല്ല പുളിയല്ലത്, മോശമാണ്. അപ്പോൾ നമുക്ക് നല്ല പുളി കിട്ടണമെങ്കിൽ വേനൽക്കാലം ആവണം. ഈ മഴക്കാലത്ത് ഇങ്ങനത്തെയൊക്കെയല്ലേ കിട്ടുള്ളൂ. പിന്നെ പുളി പറ്റ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് മുണ്ടാതിരുന്നതാട്ടോ ഞാൻ. ഇപ്പോൾ കഴിഞ്ഞിട്ട് പുളി പറഞ്ഞപ്പോഴത്തേന് നല്ല പുളി കിട്ടാതായി. ഇനി വേനൽക്കാലത്ത് പുളി പറിക്കണ കാലം വന്നാലുള്ളൂ നമുക്ക് നല്ല പുളിങ്ങ കിട്ടുക. പിന്നെതാ അയില കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയില നന്നാക്കിയിട്ടായിട്ട് കൊടുക്കണത്. ഇതിൻ്റെ തലേന്നും കളഞ്ഞിട്ടില്ല, അങ്ങനെ നന്നാക്കി കൂടെ നിൽക്കുകയാണ്. അപ്പം അതിന് കുറച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ ഇപ്പോൾ പൊരിക്കാൻ എടുക്കുകയാണ്. അത് ഫുള്ള് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം നന്നാക്കിയതാവുകൊണ്ട് പകുതി ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അതിൻ്റെ തലയും വാലും വേറെ വേറെ ആക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. മക്കൾക്ക് തല പറ്റൂല, അപ്പോൾ തല ഒഴിവാക്കാനും തോന്നുന്നില്ല, നല്ല ടേസ്റ്റുള്ള അയിലേൻ്റെ തലയാണ്. അപ്പം അതുകൊണ്ട് മക്കൾക്ക് വാൽഭാഗം മാത്രം പൊരിച്ചിട്ട് തലഭാഗം വലിയവരും കഴിക്കൂട്ടോ. ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട്
അല്ലാണ്ട് മസാല പുരട്ടിയിട്ട് പൊരിച്ചെടുക്കാനോ. മസാല പുരട്ടിയിട്ട് വെക്കണമെന്നില്ല കേട്ടോ. മക്കൾ ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ വരും സ്കൂളിൽ നിന്ന്. അപ്പത്തിന് ഇത് പൊരിച്ചെടുക്കണം. നമ്മൾ അടുപ്പ് അവിടെ കത്തിക്കൊണ്ടിരിക്കണുണ്ട്. അപ്പോൾ അത് കയറുന്നതിൻ്റെ മുന്നേ ആകുമ്പോൾ തന്നെ പൊരിക്കാലോ വിചാരിച്ചിട്ടേനു. പക്ഷേ അപ്പത്തിന് അതിൽ കയ്പക്ക ഉപ്പേരി വെച്ചിട്ട് അടുപ്പത്ത്. അപ്പോൾ പിന്നെ ഗ്യാസുമ്മ തന്നെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ചട്ടിയിലും 2 ഐറ്റമായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഒരു ചട്ടിയിൽ വാൽഭാഗവും ഒരു ചട്ടിയിൽ തലഭാഗവും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ നമ്മുടെ കയ്പക്ക വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇനി ഈ കുക്കറിലേക്ക് കുറച്ച് പുളി പെരിഞ്ഞ് പാരുന്നുണ്ട്. എന്നിട്ട് അതിൽ വെണ്ടക്ക കറി വെക്കാനാണ് കേട്ടോ. തേങ്ങ നടക്കാത്തൊരു പുളിക്കറിയാണെന്ന് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ നിന്ന് കയ്പക്ക മാറ്റിയത്. ഇന്നലെ വെണ്ടക്ക തേങ്ങ അടച്ച് വെച്ചിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ അടച്ച കറി വേണ്ടവർക്ക് അതും കൂട്ടാം. പിന്നെ പുതിയ കറി തന്നെ വേണമെന്നുള്ളവർക്ക് ഇതും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിൽ കുറച്ച് മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു തക്കാളി എരിഞ്ഞിട്ടിട്ട് പിന്നെ വെണ്ടക്ക ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുത്ത് പുളി ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ അത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. പിന്നെ പഴയ ചോറ് ഉണ്ടായിരുന്നു, അത് അടുപ്പത്തൊന്ന് തിളപ്പിച്ചെടുത്തു. ഇനി കയ്പക്കുപ്പേരി തൂമിക്കാനുള്ള ഉള്ളി അരിയാൻ കേട്ടോ. ചെറിയ ഉള്ളിയും പച്ചമുളകും മാത്രം നമ്മൾ തൂമിച്ചെടുക്കും. മറ്റേ കയ്പക്കയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, അത്രയോട്ട് പരിപാടി. അപ്പത്തിന് നമ്മുടെ മീൻ 2 ഐറ്റം മീനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സൈഡിലുള്ള മാത്രം വന്നിട്ടുള്ളൂ കേട്ടോ, ഈ തല പൊരിക്കാൻ വെച്ചത്. അപ്പോൾ ആ പൊരിഞ്ഞ് മാത്രമായി എടുത്തിട്ട് മറ്റേ ചട്ടിക്ക് മാറ്റി ഈ പൊരിയാത്തത് വേവ് കമ്മിയുള്ളത് ഒന്നും കൂടി ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഇവിടെയുള്ള റേക്കും ഇതിനൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ പണികളൊക്കെ ഏകദേശം കഴിയാനായി. അപ്പം അതിൻ്റെ അടിയിൽ തന്നെ വൃത്തിയാക്കലും കൂടി ക്ലീനിങ്ങും കൂടി ചെയ്താൽ പണികൾ പെട്ടെന്ന് തീരും. അതിൻ്റെ ഇടയിൽ ഫോണിൽ തോണ്ടാൻ നിന്നാൽ പണികൾ നടക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം പണികൾ തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ ഫോണിൽ വീഡിയോ എടുക്കാൻ നിന്നിട്ടോ. പിന്നെ ഇടയിലൊന്ന് ഫോൺ വന്നു, അതിനാലെ വീഡിയോ ഒക്കെ കുറേ കട്ടായി പോയിട്ടോ. കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ ഭയങ്കര ഫോൺ കോളായിരിക്കും. അങ്ങനെ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള വീഡിയോസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചോറ് വെന്തു, കറിയായി, പിന്നെ മീനും പൊരിച്ചു, കയ്പക്ക ഉപ്പേരിയായി. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകിയൊക്കെ ഉണ്ടായിരുന്നു, അതും കഴുകിച്ചു. കയ്പക്ക തൂമിക്കുകയും ചെയ്തു കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ എന്നിട്ട് തൂമിക്കുന്നത്, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് തന്നെ തൂമിച്ച് അടുപ്പ് കത്തി കഴിയാനായിട്ടും. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞു, നമ്മൾ അടുപ്പും കെടുത്തി. അങ്ങനെ ഇനിയാണ് നമ്മളുടെ റെസ്റ്റ് സമയം. അപ്പത്തിന് പിന്നെ മക്കൾ വന്ന് ഒരിക്കും ചോറും കൊടുത്തിട്ട് അവളെ പറഞ്ഞയച്ചിട്ട് കുറച്ച് നേരം കടന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോസ്. കയ്പക്ക തൂമിക്കലും കഴിഞ്ഞു. ഇങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇനി വെറുതെ ഇരിക്കണ പണിയാണ് കേട്ടോ. അപ്പോൾ അത്ര കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ബൈ.